പക്ഷേ ഈ ഉംറയിലെ മാനസികാവസ്ഥ മറ്റൊന്നാണ്. കയ്യിലും മനസ്സിലും മോനാണ്. പലതവണ കഅബാലയം കണ്ടതാണ്. പക്ഷേ ഇത്തവണ ഹറമിൻ്റെ വിശാലമായ മുറ്റം നടന്ന്, ഗംഭീരമായ വാതിലും കടന്ന്, ബാബുസലാമും കടന്ന് കഅബാലയം ഇങ്ങനെ കാണുകയാണ്. കഅബാലയത്തിൻ്റെ പ്രഥമ ദർശനം. മോനെയും കയ്യിലെടുത്ത് സൽമ ഇങ്ങനെ നിൽക്കുകയാണ്. അവരെ പൊതിഞ്ഞ് ഞാനും. മുന്നിൽ കഅബാലയമാണ്. സൃഷ്ടാവിൻ്റെ സന്നിധിയാണ്. ആകാശവും ഭൂമിയും പ്രപഞ്ചം മുഴുവനും ചുറ്റുമുള്ള ആളുകളെയും എന്നെയും സൽമായെയും സൽമയുടെ കയ്യിലുള്ള കുഞ്ഞുമോനെയും അവൻ്റെ കൈയും അവൻ്റെ കാലും അവൻ്റെ കണ്ണും എല്ലാം സൃഷ്ടിച്ച തമ്പുരാൻ്റെ സന്നിധിയിലാണ്. സൃഷ്ടാവിൻ്റെ വീടിൻ്റെ വാതിൽക്കലാണ്. ഇവിടെയാണ് ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുക. കഅബാലയം പണിത പടച്ചവൻ്റെ പ്രിയങ്കരനായ ഇബ്രാഹിം നബിയുടെ പത്നി ഹാജറ ബീവി ഇതേപോലൊരു കൈക്കുഞ്ഞിനെയും പിടിച്ച് അലഞ്ഞോടിയ സ്ഥലമാണ്. ദാഹം സഹിക്കാതെ കുഞ്ഞ് കരഞ്ഞപ്പോൾ ആ മാതാവിൻ്റെ പ്രാർത്ഥന പ്രകാരം കുഞ്ഞിൻ്റെ ദാഹമകറ്റാൻ മതി എന്ന് മാതാവ് പറയണത് വരെ സംസം കുത്തിയൊഴുകിയ സ്ഥലമാണ്. ആ മാതാവെന്ന് ചെയ്തത് പ്രാർത്ഥനയാണ്. ഈ മാതാവും ഇപ്പോൾ പ്രാർത്ഥനയിലാണ്. മതി എന്ന് പറയണത് വരെ റബ്ബിൻ്റെ കാരുണ്യം ഒഴുകാതിരിക്കില്ല. മോനെയും ഹൃദയത്തോട് ചേർത്ത് ഞങ്ങൾ കഅബാലയത്തിൻ്റെ മുറ്റത്തേക്ക് ചെന്നു. മനസ്സ് മുഴുവൻ പടച്ചവനിലേക്ക് കൊളുത്തിവെച്ച് ഹൃദയം നിറഞ്ഞ് തവാഫുകൾ. ഹജറ ബീവിയുടെ ഓട്ടത്തിൻ്റെ അലച്ചിലിൻ്റെ ഉൾക്കൊള്ളലായി സയ്യ്. ഇതെല്ലാം വളരെ ഭംഗിയായി നിർവഹിച്ച് ഉംറ പൂർത്തിയാക്കി അൽഹംദുലില്ലാ പറഞ്ഞ് ഞങ്ങൾ പുറത്തേക്കിറങ്ങി.